രാജ്യത്ത് 2 ദിവസമായിട്ട് വേദനയിൽ ആണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ചില ആഘോഷങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇവർ ഇത്രമാത്രം ആഘോഷിക്കാൻ എന്താണ്? രാജ്യം മുഴുവനും ഒരു വേദനയിലായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് തന്നെ നമ്മളുടെ ഒരാൾ രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ വേദനയോടെ ഇരിക്കുമ്പോൾ തലസ്ഥാനത്ത് മാത്രം AKG സെന്ററിന്റെ പാലുകാച്ചൽ, CPM-ന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പാലുകാച്ചൽ നടത്തി ആഘോഷത്തിലാണ്. അവരുടെ 4 വർഷത്തിന്റെ വാർഷികം ആഘോഷങ്ങളൊക്കെ അതും പുരോഗമിക്കുന്നുണ്ട്. ഇത്രയേറെ അവർ ആഘോഷിക്കാൻ എന്താണ് കാരണം? ഈ 26 പേരെ, ഈ ഇന്ത്യൻ ജനങ്ങളിൽപ്പെട്ട 26 പേര് മരിച്ചതിലാണോ ഇത്ര ആഘോഷം? കാരണം അവർ ആഘോഷിക്കും. കാരണം അവർക്ക് പലസ്തീനും ഹമാസിനും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരല്ലേ. സംസ്ഥാന സമ്മേളനം പോലും നടന്നപ്പോൾ അവരുടെ മറ്റേ കഫിയോ എന്താണ് അതൊക്കെ ഇട്ട് എന്താ പറയുന്നത്, പിണറായിയൊക്കെ അത് ഇട്ട് ധരിച്ചപ്പോൾ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ ഇട്ട് ധരിച്ച് അവർക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കുകയും അത് വാർത്തകളിലൊക്കെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യ മുഴുവനും ദുഃഖത്തിലായിരിക്കുന്നു. നമ്മുടെ ദേശീയ പതാക പകുതിയിൽ കെട്ടിയിരിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ മതവിഭാഗത്തിലുള്ളവരും ഈവൻ കാശ്മീർ മുഴുവനും എല്ലാ കടകളും അടച്ചിട്ട് അവർ പ്രതിഷേധിക്കുകയാണ്. അവിടെ ഹിന്ദുവോ മുസ്ലിമോ ഒന്നൊന്നുമില്ല. ആ ഒരു ഘട്ടത്തിലെ ഇവരുടെ ആഘോഷം കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ആഘോഷിക്കാൻ സംശയം തോന്നേണ്ട കാര്യമില്ല. പലസ്തീൻ ജനതയ്ക്കും ഹമാസിനും ഒക്കെ കൊടി പിടിച്ചവർ ആഘോഷിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഇപ്പം ചെറിയ തെളിവുകളൊക്കെയാണ് വരുന്നിരിക്കുന്നത്. ഈ ഒരു ഭീകര ആക്രമണവുമായും ബന്ധപ്പെട്ട് ഹമാസിന് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ വ്യാപിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പലസ്തീനിലെ ഹമാസിന്റെ ഇടപെടലുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ ഹമാസിലെ കുറച്ച് നേതാക്കൾ പാക് അധീന കാശ്മീരിലെത്തിയതും പാക് ചാരസംഘടന ISA അടക്കം നിരന്തരം സമ്പർക്കത്തിലാണെന്നുമാണ് ഇപ്പോൾ ഈ ഒരു സംശയങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ കാണും. ഹമാസിന്റെ വേരുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. ഹമാസിന്റെ ഈ പറഞ്ഞ നിഴൽ ഗ്രൂപ്പുകൾ, ഹമാസിനെയും പലസ്തീനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നിഴൽ ഗ്രൂപ്പുകൾ നമ്മുടെ പ്രധാന വ്യക്തികൾ തന്നെയാണ്. പലസ്തീൻ ഐക്യദാർഢ്യം ഹമാസിന് ഒത്തുചേർന്ന് കുടപിടിക്കുന്നവർക്ക് ഇവിടെയും കാണും ചാരന്മാര്. നമ്മുടെ കൊച്ചു കേരളത്തിലും കാണും. 26 പേര് കാശ്മീരിൽ മരിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെയും ചോദിക്കും, നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ തോക്കുമുനയിൽ നമ്മളെയൊക്കെ നിർത്തും. അത് അധികം വിദൂരമൊന്നുമല്ല, കാലം വിദൂരമൊന്നുമല്ല. അത്തരത്തിലാണ് പോക്ക്. തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ. ഹമാസിനെതിരെ തെളിവ് ലഭിച്ചാൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഇക്കാര്യം ഉന്നയിക്കുക തന്നെ ചെയ്യും. ഏതായാലും പഹൽഗാം ആക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി വിശദീകരിക്കും. 26 നിരപരാധികളെ, 26 അല്ല, അത് വീണ്ടും കൂടിയിട്ടുണ്ട്, 28ഓളം പേരെ കൊല ചെയ്ത ഈ ഭീകരർക്കായിട്ട് യാതൊരുവിധ കോംപ്രമൈസും നമ്മുടെ ഇന്ത്യ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാനഡ ഉൾപ്പെടെയുള്ള അമേരിക്ക, കാനഡ, ഇസ്രായേൽ തുടങ്ങിയ റഷ്യ എല്ലാ രാജ്യങ്ങളും ഇതിനെ അപലപിച്ചു. ഇന്ത്യയോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ളൊരു പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. കാരണം അതിന് കാരണമുണ്ട്. നമ്മളുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യം അവർക്ക് കൊടുക്കുന്ന ചില സ്വീകാര്യതകൾ, അല്ലെ അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഊഷ്മള സ്നേഹം, ഇതാണ് നമുക്കൊരു യുദ്ധം വരുമ്പോൾ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കാൻ നിരവധി രാജ്യങ്ങൾ ഉള്ളത് ഇത്രയും നാളത്തെ ഭരണത്തിന്റെ തന്നെ മികവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഒരു അവസ്ഥ, നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചെറുതാണെങ്കിൽ ചെറുതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ സിവിലിയൻസിന് നേരെയുള്ള ഈ ഒരു അറ്റാക്കിൽ അമേരിക്കയും ഇസ്രായേലും ഒപ്പം തന്നെ ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനും അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനും ഈ ഹമാസും ഈ പറഞ്ഞതുപോലെ ഇവന്മാരൊന്നും എന്ത് ചെയ്തിട്ടും, എന്ത് കാര്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇന്ത്യയുടെ ഇനിയൊന്നും സ്പർശിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളക്കളികളൊക്കെ കളിച്ചോ 2-3 അവന്മാരെ വിട്ട് ഇത്തരത്തിൽ കുറച്ച് നിരപരാധികളെ
നിരായുധരായിട്ടുള്ള ഏതെങ്കിലും ആയുധമുള്ള ഒരു വ്യക്തിയുടെ നേർക്കാണെങ്കിൽ നീയൊന്നും പൊട്ടി പോലും കാണത്തില്ല, പീസാക്കിയിട്ടേനെ. ഇത്തരത്തിലുള്ള നിരായുധരായിട്ടുള്ള ജനങ്ങളുടെ മേലെ, പാവം സ്ത്രീകളുടെ നേർക്കെ നിനക്കൊക്കെ തോക്കു ചൂണ്ടാൻ പറ്റൂ. ഞങ്ങളുടെ ഇന്ത്യൻ ധീര ജവാന്മാരുടെ നേർക്കൊന്നും നിനക്കൊന്നും തോക്കു ചൂണ്ടാൻ പറ്റില്ല. കാരണം ഇന്ത്യക്കൊപ്പം നിരവധി രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ എന്തായാലും അന്വേഷണം മുറുകുന്നത് ഹമാസിലേക്കാണ്, പലസ്തീനിലേക്കാണ്. കാരണം ഇത്തരത്തിൽ പാക് ചാര സംഘടനകളുമായിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇവർക്ക് സൗഹൃദമുണ്ട്. ഇവർ ഇത്തരത്തിൽ വന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ കൂടി ആലോചനകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടും. അത് വെറും ദിവസങ്ങളൊന്നുമല്ല, മണിക്കൂറുകൾക്കകം അടുത്ത വിവരങ്ങൾ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഏതായാലും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ടെങ്കിലും ഇന്ത്യ പലപ്പോഴും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വാർത്തകൾ, നമ്മൾ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ, അവർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ചിലപ്പോൾ കുറച്ച് ശതമാനം മാത്രമേ ഈ മാധ്യമ പ്രവർത്തകരുടെ കയ്യിലെത്തൂ. ബാക്കി ഒരു ഒരു ഉറുമ്പ് പോലും അല്ലെങ്കിൽ ആ ഒരു പരിസരത്തുള്ള ഒരു വ്യക്തികൾക്ക് പോലും അറിയാത്ത രീതിയിലാണ്, അത്തരത്തിലാണ് ഇന്ത്യ മറുപടി നൽകുന്നത്. മറുപടി നൽകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവിടെ അതേ പീസായി കഷ്ണമായി കിടക്കുന്നെന്നുള്ളത്. എപ്പോഴും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത്. അത്ര കൃത്യതയോടുകൂടി ഒരു പാളിച്ച പോലും ഉണ്ടാവാതെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ അത് ചെയ്യുന്നത്. അതിന് തക്ക സമയം തന്നെ നോക്കിയിരിക്കുകയാണ് ഇന്ത്യ. അതിനു വേണ്ടുന്ന സൈന്യ സന്നാഹങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്ന് മോദി അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ ധീര ജവാന്മാരെല്ലാം തയ്യാറായി കഴിഞ്ഞു. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട, നാം എന്ന് പറയുന്ന ജനത ചെയ്യേണ്ടുന്ന പ്രാർത്ഥനയോടെ ഇരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന ഊർജം പകരുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ AKG സെൻറ്റർ പാലുകാച്ച് നടത്തി കുറേ ഇത് നടത്തി എന്തായാലും ദേശീയ പ്രസിഡന്റ് CPM-ൻ്റെ ദേശീയ പ്രസിഡന്റ് MA ബേബിയൊക്കെ ഇങ്ങ് ബാക്കിലായിരുന്നു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. MA ബേബിയൊക്കെ ഇങ്ങ് ഒറ്റ ചവിട്ടി നിങ്ങൾ ഇപ്പുറത്തോട്ട് പോയേനെ. അത്തരത്തിലേ അദ്ദേഹത്തിന് വില കൊടുക്കുന്നുള്ളൂ. കാരണം പിണറായിയുടെ കയ്യിൽ നിന്ന് ഊറ്റാൻ പറ്റത്തുള്ളൂ, കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഊറ്റാൻ പറ്റത്തുള്ളൂ. ഈ പാർട്ടി നിലനിൽക്കണമെന്നും ബംഗാളിലും ത്രിപുരയിലൊന്നും ഇല്ല, ചിലപ്പോൾ ഡെമ്മി മാത്രമേ ഉള്ളൂ. ഇനി ആകെപ്പാടെ ഈ പാർട്ടിയുടെ ശേഷിപ്പുള്ളതെന്ന് പറയുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ജനങ്ങൾ, ഇവരോടൊപ്പം നിൽക്കുന്ന അണികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. എന്നെങ്കിലും മനസ്സിലാവുന്ന ഒരു കാലം വരും. അത് ഇത്തരത്തിൽ കാശ്മീരിനെ പോലെ കേരളം ആക്കുക തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാശ്മീരിനെ പോലെ കേരളത്തിൽ വരുമ്പോൾ ഈ അണികൾ ഉൾപ്പെടെ, ഇവർക്ക് കുട പിടിക്കുന്നവരുൾപ്പെടെ ഇവർക്ക് നേരെ വിരൽ ചൂണ്ടും, അന്നേ പഠിക്കും. പക്ഷെ അപ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. എന്ത് തന്നെയായാലും ഇന്നലെ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം വളരെ വിപുലമായിട്ടായിരുന്നു. വളരെ വിപുലമായിട്ട് സഖാക്കന്മാരൊക്കെ ഒന്ന് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടത്തിക്കോ, നിങ്ങൾ ആഘോഷിച്ചോ, നിങ്ങളുടെ 4 വർഷം ആഘോഷിച്ചോ, പക്ഷേ നിങ്ങൾ എത്രയോ കോടികൾ ദൂർത്തടിക്കുന്നു, എത്രയോ ആശമാരുടെയും എത്രയോ ഉദ്യോഗാർത്ഥികളുടെയും കണ്ണുനീര് നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചിട്ടല്ലേ ഈ ആഘോഷം നടത്തിയത്. നിങ്ങളുടെ പല പ്രകടന പത്രികയിൽ അത് ചെയ്തു ഇത് ചെയ്തു. നിങ്ങളിപ്പോൾ 4-ാം വർഷം ആഘോഷിക്കുന്ന പല കാര്യങ്ങളും എവിടെ നിന്ന്, ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ, ഇത് എവിടെ നിന്ന് ഫണ്ട് കിട്ടി, എന്തെല്ലാം ചെയ്തു എന്നുള്ള കൃത്യമായത് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഹൈവേയുടെയൊക്കെ കാര്യം പറയുന്നുണ്ടല്ലോ. ഹൈവേ ആര്? സംസ്ഥാന സർക്കാരിൻ്റെ. അതേ ഉള്ളൂ പ്രത്യേകിച്ച് പുറത്ത് പറയാനുള്ളത്. എയർപോർട്ടൊക്കെ അദാനിയുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാൻ, റോഡുകളുടെ വികസനം, ലണ്ടൻ പോലും നമ്മുടെ റോഡുകളൊക്കെ കണ്ട് അന്താളിച്ചു പോയിന്ന്. ഞാനും അന്താളിച്ചു പോയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ റോഡ് കണ്ട് ഇന്നലെ ഞാനൊന്ന് വീഴേണ്ടുന്നതായിരുന്നു. അത്രയ്ക്ക് അന്താളിച്ചു പോകും. വീഴുമ്പോൾ അന്താളിക്കുമല്ലോ, അത് കിട്ടുമല്ലോ പണി. റോഡുകളുടെ ഇപ്പം ഈ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വഴുതക്കാട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. 10 വർഷമാണ് ഭരിച്ചത്. 10 വർഷം ഭരിച്ചതിൻ്റെ ഫലങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിലോട്ട് കിടക്കുന്നത് നമ്മുടെ വിഷയത്തിലോട്ട് വ്യതിചലിച്ചു പോകുന്നു. പറഞ്ഞു വന്നത് ഹമാസ് ഭീകരവാദികൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. പലസ്തീന് കുട പിടിച്ചവരെല്ലാം ഇതൊന്ന് പാഠമായിരിക്കണം. നേരെ ഈ ഹമാസിന് കുടയും പിടിച്ച് മറ്റേ എന്ന് പറയുന്ന കഫിയോ എന്തോ ഒക്കെ ഇങ്ങനെ തലയിൽ ചുറ്റിയിട്ടുണ്ടല്ലോ, അതൊക്കെ ചുറ്റി മറ്റേ ഐക്യദാർഢ്യം, മറ്റേ ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ ജനത്തിന് കൂടെ ഒന്നും അത് കുഴപ്പമില്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചല്ലോ. ഇപ്പം എവിടെ കിടക്കുന്നു? അപ്പം അവർ തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷണം ഊർജിതമാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. അവർ തന്നെയാണ് ഈ പാവം 28 കുടുംബങ്ങളെ നശിപ്പിച്ച് 28 പേരുടെ ജീവൻ എടുത്തത്. അവർ തന്നെയായിരിക്കും.
തീവ്രവാദ പ്രവർത്തനത്തിന്. അപ്പോൾ ആരിതിന് പിന്തുണ നൽകി? നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതിന്റെ ചാരപ്രവർത്തികൾ, ഇതിന്റെ ഈ പറഞ്ഞ നിഴൽ ഗ്രൂപ്പുകൾ എത്ര പേരുണ്ട്? ഇവർക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറച്ച് വോട്ട് വേണം. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കണം, ഇവർക്ക് നിലനിൽക്കണം, ഇവർക്ക് ഭരിക്കണം. ഈ ഒരു ചിന്തയല്ലാതെ രാജ്യം എങ്ങനെ പോകണം, രാജ്യം സമാധാനത്തിൽ എങ്ങനെ പോകണം, എത്തരത്തിൽ നിൽക്കണം എന്നുള്ളത് ഇവർക്കറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹമാസിന് കുടപിടിച്ചവരും പലസ്തീന് കുടപിടിച്ചവരും ഒക്കെ ഇനി കണ്ടു തന്നെ അറിയാം. വരും മണിക്കൂറുകൾ അങ്ങനെയാണ് കുടപിടിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മൊത്തത്തിൽ തരിപ്പണമാക്കും. ആരൊക്കെ കുടപിടിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിന്നിട്ടുണ്ടോ, ഇന്ത്യ അടിച്ച് പരത്തി അടിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു ദാക്ഷിണ്യമില്ല. കാരണം അതിനു വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഇന്ത്യക്കുണ്ട്, ഇന്ത്യൻ ആർമിക്കുണ്ട്, ഇന്ത്യൻ ഫോഴ്സിനുണ്ട്. അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഇന്ന് വേണം, ഈ നിമിഷം വേണം, അങ്ങനെ ചെയ്യൂല. കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കും. ആര് കുട പിടിച്ചാലും അത് നടക്കൂല. എന്തായാലും ജനത്തിന് ഇത് മനസ്സിലാകട്ടെ, ജനം ഇത് മനസ്സിലാക്കട്ടെ. ഭീകരവാദ പ്രവർത്തനത്തിൽ കുട പിടിക്കുന്ന രാഷ്ട്രീയക്കാരെ തുടച്ചു നീക്കാൻ നമ്മുടെ ജനത്തിന് കഴിയട്ടെ.